അരുണ്, ഒരു കാര്യം വ്യക്തമാണ്. ഈ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ശേഷം പലരും നടത്തിയ വിലയിരുത്തലുകളിലൊന്നാണ് പൊതുവിൽ സർക്കാരിൻ്റെ ഭരണത്തിന്, ഗവേണൻസിന് അത്ര മോശം മാർക്കൊന്നുമല്ല, പക്ഷേ സർക്കാരിന് ഒരു വിരുദ്ധ വികാരമുണ്ട്. അത് മറ്റു പല കാരണങ്ങൾ കൂടി ഉണ്ടായതാണ്. അതെന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തപ്പെട്ടെ. അരുൺ പങ്കുവെച്ച ഈ കണക്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് നിരീക്ഷിക്കാമല്ലോ. സംസ്ഥാനത്തെ നിലവിലുള്ള 5 മന്ത്രിമാർ കടുത്ത പ്രതിസന്ധിയിലുണ്ടായാണ്. അതായത് അവർ ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല. വി ശിവൻകുട്ടി ഉണ്ട് ആ ലിസ്റ്റിൽ, ഒപ്പം തന്നെ പി രാജീവ് ഉണ്ട് ആ ലിസ്റ്റിൽ. ഒരുപക്ഷെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനത്തേക്ക് ഇനി വരും എന്ന് കരുതുന്ന, അതായത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും തന്ത്രപ്രധാനമായ സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് പി രാജീവ്. അപ്പോൾ പി രാജീവ് ആ ലിസ്റ്റിലുണ്ട്. വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആളുണ്ട്. റോഷി അഗസ്റ്റിനുണ്ട്. MP രാജേഷ് ഉണ്ട്. ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു വലിയ പ്രതിസന്ധി MLA ഈ മന്ത്രിമാർ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയാൽ പോലും അതിൻ്റെ മേന്മ കുറയ്ക്കുന്ന ഒരു കണക്കായി പോവില്ലേ അത്? തീർച്ചയായിട്ടും 5 പേർ മാത്രമല്ല. തിരൂരിൽ അബ്ദുറഹ്മാനുണ്ട്. അബ്ദുറഹ്മാൻ മലപ്പുറത്ത് CPM ഉറപ്പായി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ജലീലിന്റെ തവനൂറും അതുപോലെ തന്നെ പൊന്നാനിയും മാത്രമാണ് CPM ഇപ്പോൾ കണക്കൂട്ടുന്നത്. തിരൂരിൽ കടുത്ത മത്സരമുണ്ട്. അവിടെ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ ജയിച്ചു വരാം എന്നൊരു കണക്കുമുണ്ട്. പക്ഷേ അവിടെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം 6 ആകും. 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടത്. പക്ഷേ 1 ഡസൻ അല്ലെങ്കിൽ പോലും 1/2 ഡസൻ മന്ത്രിമാർ ഇങ്ങനെ തുരാസിലാണ് എന്നുള്ളത് വസ്തുതയാണ്. പി രാജീവ് അവിടെ ഒരു UDF അനുകൂല മണ്ഡലമാണ്. പക്ഷേ അതിശക്തമായ പോരാട്ടം. ഒരു ഘട്ടത്തിൽ രാജീവ് വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിയ മണ്ഡലം കൂടിയാണ് കളമശ്ശേരി. പക്ഷേ അവിടെ അവസാന ഘട്ടത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. എന്നാലും പ്രതീക്ഷ പൂർണ്ണമായും പി രാജീവും അല്ലെങ്കിൽ CPM കൈവിടുന്നില്ല. അവിടെ ജയിച്ചു വരാൻ തന്നെ സാധ്യതയുണ്ടെങ്കിലും അത്ര അനായാസം ജയിക്കാവുന്ന മണ്ഡലമായല്ല അത് കണക്കുകൂട്ടും. തൃത്താല ഈ ന്യൂനപക്ഷ വോട്ടുകൾ, കളമശ്ശേരിയും സമാനമാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്ക് അനുകൂലമെന്നത് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ തൃത്താല കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ബലറാമിനെ മറികടന്ന് MP രാജേഷ് ജയിച്ചു വരുന്നത്. അവിടെയും ന്യൂനപക്ഷ വോട്ടുകളുടെ എണ്ണം, അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിശക്തമായ പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്. രാജേഷ് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ മത്സര രംഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരുപക്ഷെ ജയിച്ചു വരാം, ചെറിയ വോട്ടുണ്ടെങ്കിലും ജയിച്ചു വരാം തന്നെ CPM കണക്ക്. അപ്പോഴും MP രാജേഷിന്റെ കാര്യത്തിലും അത്ര ഉറപ്പ് CPM-നില്ല. വി ശിവൻകുട്ടി ഒരു 5000 വരെയെങ്കിലും വോട്ട് ജയിക്കുമെന്നാണ് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അവിടെ പല ഘടകങ്ങളുണ്ട്. ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടുകൾ പിടിക്കുന്നത് മാത്രമല്ല, ശബരിനാഥൻ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ വെല്ലുവിളിയാകാം. അങ്ങനെയല്ല, ശബരിനാഥന്റെ പ്രചരണ രീതി അനുസരിച്ച് സ്വാഭാവിക ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പിടിച്ചേക്കാം. അങ്ങനെ 30,000-ഓളം വരും ഇവിടെ മുസ്ലിം വോട്ടുകൾ. ആ വോട്ടുകളിൽ ഒരു 80% ലഭിച്ചാൽ മാത്രമേ ശിവൻകുട്ടിക്ക് ജയം ഉറപ്പിക്കാൻ കഴിയൂ. 1000 വോട്ടെങ്കിലും അതിൽ ലഭിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അതിൽ എത്ര വോട്ട് ശബരിനാഥൻ കൂടി പിടിക്കുമെന്ന് വളരെ നിർണായകമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ രാഷ്ട്രീയമായി ജയിക്കാവുന്ന വോട്ടുകൾ ഇടതുമുന്നണിക്ക് അവിടെ ഇല്ല. 32,000-33,000 വോട്ട് മാത്രമാണ് CPM-ന് അവിടെ രാഷ്ട്രീയ വോട്ടുകളായി ഉള്ളത്. ബാക്കിയെല്ലാം വി ശിവൻകുട്ടിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് വരേണ്ടതും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അതായത് BJP ജയിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നലിൽ നിന്ന് വരേണ്ടതും കോൺഗ്രസ് ദുർബലമാകുമ്പോൾ വരേണ്ട വോട്ടുകൾ മാത്രമാണ് ഈ വിജയത്തിലേക്കുള്ള 10,000-20,000 വോട്ടുകൾ. അവിടേക്ക് എത്താൻ എങ്ങനെ ശിവൻകുട്ടി കഴിയും? അത് എത്ര വോട്ടുകൾ പിടിച്ചുകൊണ്ട് പോകും ശബരിനാഥൻ എന്ന കാര്യത്തിൽ? ശബരിനാഥനും ഒരു കണക്കിലൂടെ പ്രതീക്ഷയിലും ഇപ്പോൾ ജയിക്കുമെന്ന പ്രതീക്ഷ ശബരിനാഥന്റെ കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 2 ഭാഗത്തും വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായി ജയിച്ചു വരില്ല എന്ന കണക്കാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ കാര്യത്തിൽ ആ ഒരു ഉറപ്പ് CPM-ന് സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴില്ല. സംഘടനാ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തകർക്കും അത്തരമൊരു ആശയക്കുഴപ്പം പൊതുവിലുണ്ട്. അതുപോലെയാണ് തിരൂരിന്റെ കാര്യം. തിരൂരിൽ കുറക്കോളി മൊയ്തീൻ എന്ന MLA-ക്കെതിരെയാണ് സിറ്റിംഗ് സീറ്റ് വിട്ടുപോയി മത്സരിച്ചത് അബ്ദുറഹ്മാൻ. അവിടെ വിജയസാധ്യതയിൽ സംശയമുണ്ട് പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ. അങ്ങനെ ഈ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ ഇത്തരം വെല്ലുവിളി CPM-ന്റെ മന്ത്രിമാർ നേരിടുന്നുണ്ട് എന്നത് വാസ്തവമാണ്, വസ്തുതയാണ്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ സംഖ്യകളുടെ എണ്ണം കുറയുന്നു, സീറ്റുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ്. മാത്രമല്ല, പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. അതുതന്നെയാണ് ഉണ്ടാക്കുന്ന വെല്ലുവിളി എന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.